സ്റ്റാർ ഹെൽത്ത് അഷ്യൂർ ഇൻഷുറൻസ് പോളിസി വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വിപുലമായ ആരോഗ്യ കവറേജ് നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയാണ് ഇത്. രോഗങ്ങളോ അപകടങ്ങളോ കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ചെലവുകൾ ഈ പോളിസി കവർ ചെയ്യുന്നു. ഭാവിയുടെ മെഡിക്കൽ അത്യാഹിതങ്ങളെ നേരിടാൻ ഇത് അത്യാവശ്യമായ ഒരു പോളിസിയാണ് അഷ്യൂർ ഇൻഷുറൻസ് പോളിസി. ഈ പോളിസിയുടെ സവിശേഷതകളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നിരവധി പുതിയ സവിശേഷതകളും അനുകൂലങ്ങളും കവറേജുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്ന പോളിസിയിൽ ഒന്നാണ് സ്റ്റാർ ഹെൽത്ത് അഷ്വർ പോളിസി. 5 ലക്ഷം മുതൽ 2 കോടി വരെ കവറേജ് ലഭിക്കുന്ന ഈ പോളിസിയിൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കോ ഫാമിലിയായിട്ടോ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ, ഡെലിവറി എക്സ്പെൻസ്, ഓർഗൻ ഡോണർ എക്സ്പെൻസ്, ആയുഷ് ചികിത്സകൾ, ഹെൽത്ത് ചെക്കപ്പ് എന്നിങ്ങനെ നിരവധി സവിശേഷതകൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. എത്ര ക്ലെയിം ചെയ്താലും തീരാത്ത പോളിസിയിൽ എല്ലാവിധ മെഡിക്കൽ ചെലവുകളും കവർ ചെയ്യുന്നു. EMI ആയിട്ടും പോളിസി എടുക്കാവുന്നതാണ്. ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിന് മൊത്തമായിട്ടും ഈ പോളിസിയിൽ അംഗത്വം എടുക്കാൻ പറ്റുന്നതാണ്. 16 ദിവസം മുതൽ 75 വയസ്സുവരെയുള്ളവർക്ക് ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. 91 ദിവസം മുതൽ 75 വയസ്സുവരെയുള്ളവർക്ക് വ്യക്തിഗത പോളിസിയിൽ എടുക്കാൻ പറ്റുന്നതാണ്. ഫാമിലി പോളിസിയിൽ ഭാര്യ, ഭർത്താവ്, 3 കുട്ടികൾ, ഭാര്യയുടെ രക്ഷിതാക്കൾ, ഭർത്താവിന്റെ രക്ഷിതാക്കൾ എന്നിങ്ങനെ പരമാവധി 9 അംഗങ്ങളെ വരെ ചേർക്കാൻ സാധിക്കുന്നതാണ്. 25 വയസ്സുവരെ പ്രായമുള്ളവരെ കുട്ടികളായിട്ട് കണക്കാക്കുന്നതാണ്. ഈ പോളിസി 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 2-3 വർഷത്തേക്ക് ഒരുമിച്ച് പോളിസി എടുക്കാൻ സാധിക്കുന്നതാണ്. 2-3 വർഷത്തേക്ക് ഒരുമിച്ച് പോളിസി എടുക്കുകയാണെങ്കിൽ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. പോളിസി എടുത്തുകഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പുതുക്കാൻ സാധിക്കുന്നതാണ്. സാധാരണയിൽ മെഡിക്കൽ ചെക്കപ്പുകൾ ഒന്നും ആവശ്യമില്ല. എന്നാൽ പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ രോഗമോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഒറ്റയ്ക്ക് പോളിസി എടുക്കുമ്പോൾ ചിലപ്പോൾ കമ്പനി ചെക്കപ്പ് ആവശ്യപ്പെട്ടേക്കാം. പോളിസി എടുത്തതിനു ശേഷം വിവാഹം കഴിക്കുകയോ പുതിയ കുട്ടികൾ ജനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പുതിയ ജീവിത പങ്കാളിയെ അല്ലെങ്കിൽ കുട്ടിയെ ഇടയ്ക്ക് വെച്ച് പോളിസിയിൽ ചേർക്കാൻ സാധിക്കുന്നതാണ്. വിവാഹം നടന്ന അല്ലെങ്കിൽ കുട്ടി ജനിച്ച് 45 ദിവസത്തിനുള്ളിൽ കമ്പനിയെ അറിയിച്ചിരിക്കണം. 5 ലക്ഷം മുതൽ 2 കോടി വരെ ഈ പോളിസിയിൽ കവർ ചെയ്യുന്നു. നിങ്ങൾ എടുക്കുന്ന പോളിസി കവറേജിനനുസരിച്ച് കൂടുതൽ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഏറ്റവും മികച്ച ബെനിഫിറ്റുകൾ ലഭിക്കുന്നതിന് ഏറ്റവും കൂടിയ കവറേജ് സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങൾ 60 വയസ്സിന് ശേഷമാണ് ആദ്യമായിട്ട് പോളിസി എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് 10% കോ പേയ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഉദാഹരണമായി, നിങ്ങൾ 60 വയസ്സിന് ശേഷം പോളിസി എടുത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ക്ലെയിം വന്നുകഴിഞ്ഞാൽ അതിന്റെ 10%-മായ 10,000 രൂപ സ്വന്തമായിട്ട് നൽകേണ്ടിവരും. ഇനി നിങ്ങൾ 65 വയസ്സിന് ശേഷമാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പരമാവധി 50 ലക്ഷം രൂപയുടെ കവറേജ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ആയതിനാൽ നിങ്ങളുടെ പോളിസികൾക്കായിട്ട് എത്രയും പെട്ടെന്ന് അപേക്ഷ നൽകുക. ഇനി നമുക്ക് അഷ്വർ പോളിസിയുടെ വിവിധ സവിശേഷതകൾ പരിചയപ്പെടാം. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന് രാജ്യത്തുടനീളമുള്ള 14,000-ലധികം ഹോസ്പിറ്റലുകളുമായി നെറ്റ്വർക്ക് ബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നു. ഇത്തരം ഹോസ്പിറ്റലുകളിൽ പണം അടയ്ക്കാതെ തന്നെ ക്യാഷ്ലെസ് ആയി നിങ്ങൾക്ക് ചികിത്സകൾ ലഭിക്കുന്നു. ഇനി നെറ്റ്വർക്കില്ലാത്ത ഹോസ്പിറ്റലിലാണ് നിങ്ങൾ ചികിത്സ തേടുന്നതെങ്കിൽ മുൻകൂട്ടി കമ്പനിയെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് സംവിധാനം ലഭിക്കുന്നതാണ്. ക്യാഷ്ലെസ് ക്ലെയിമുകൾ 2 മണിക്കൂറിനുള്ളിൽ അപ്രൂവ് ആകുന്നു. ഇനി ക്യാഷ്ലെസ് സംവിധാനം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ചികിത്സാ ചെലവുകൾ നിങ്ങൾക്ക് റീഇംബേഴ്സായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ലഭിക്കുന്നു. സ്റ്റാർ അഷ്വർ പോളിസിയുടെ പ്രധാന സവിശേഷതകളിലൊന്നാണ് അൺലിമിറ്റഡ് ക്ലെയിം റീസ്റ്റോറേഷൻ. ഈ പോളിസിയിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ക്ലെയിമിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എത്ര തവണ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജ് തീരുകയില്ല. നിങ്ങൾ ഓരോ തവണയും ക്ലെയിം ചെയ്തു കഴിഞ്ഞാലുടനെ നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജ് വീണ്ടും 100%-ത്തിലെത്തുന്നു. ഉദാഹരണമായി, 20 ലക്ഷം പോളിസി എടുത്തൊരു വ്യക്തി ഒരു 10 ലക്ഷം രൂപയുടെ ക്ലെയിമിന് അപേക്ഷിക്കുന്നു. ആ വ്യക്തിക്ക് ആ ക്ലെയിം നൽകിക്കഴിഞ്ഞാൽ സാധാരണയായി ആ പോളിസി വർഷത്തിൽ ആ വ്യക്തിക്ക് ഇനി 10 ലക്ഷം കൂടിയേ ബാക്കിയുണ്ടാവുകയുള്ളൂ. എന്നാൽ ആ വ്യക്തി അഷ്വർ പോളിസിയാണ് എടുത്തതെങ്കിൽ ആ വ്യക്തി ഡിസ്ചാർജ് ആവുന്നതോടുകൂടി ആ വ്യക്തിയുടെ ഇൻഷുറൻസ് കവറേജ് വീണ്ടും 20 ലക്ഷമായി മാറുന്നതാണ്. ഇങ്ങനെ എത്ര തവണ വേണമെങ്കിലും ക്ലെയിമിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നോൺ ക്ലെയിം ബോണസുകൾ: ക്ലെയിമില്ലാത്ത ഓരോ വർഷത്തിനും സം ഇൻഷ്വേർഡിന്റെ 25% വീതവും പരമാവധി 100% ബോണസും ലഭിക്കുന്നു. ഉദാഹരണമായി, 10 ലക്ഷം രൂപയുടെ പോളിസിയിൽ
ഒരു വർഷം ക്ലെയിം വന്നിട്ടില്ല എങ്കിൽ 25% ബോണസ് കൂടി 12.5 ലക്ഷം കവറേജ് ലഭിക്കുന്നു. രണ്ടാമത്തെ വർഷം ക്ലെയിം വന്നിട്ടില്ല എങ്കിൽ 50% ബോണസ് കൂടി 15 ലക്ഷം കവറേജ് ലഭിക്കുന്നു. അങ്ങനെ 4 വർഷം ക്ലെയിം വന്നിട്ടില്ലെങ്കിൽ അത് 100% ബോണസ് കൂടി 20 ലക്ഷം രൂപയുടെ കവറേജായി മാറുന്നു. ഈ ബോണസ് നിങ്ങൾ ഉപയോഗിച്ച് തീരുന്നതുവരെ കട്ടാവുന്നതല്ല. മോഡേൺ ട്രീറ്റ്മെന്റ് കവറേജ്, റോബോട്ടിക് സർജറി, ബലൂൺ സർജറി, ഇമ്മ്യൂണോതെറാപ്പി മുതലായ 12 തരം ആധുനിക ചികിത്സാരീതികൾ ഈ പോളിസിയിൽ 100% കവർ ചെയ്യുന്നുണ്ട്. ഓർഗൻ ഡോണർ എക്സ്പെൻസ്. അടിയന്തര ഘട്ടങ്ങളിൽ ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് കിഡ്നി, കരൾ മുതലായവ അവയവദാനത്തിലൂടെ പുറത്തുനിന്നും സ്വീകരിക്കേണ്ടി വരുമ്പോൾ അവയവം ദാനം ചെയ്യുന്ന വ്യക്തിയുടെ ഓപ്പറേഷൻ ചെലവുകൾ ലഭിക്കുന്നു. അവയവദാനം ചെയ്ത വ്യക്തിക്ക് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ 1 വർഷത്തിന് ഉള്ളിൽ വീണ്ടും സർജറി വേണ്ടി വന്നുകഴിഞ്ഞാൽ സം ഇൻഷുർഡ് തുല്യമായത് ലഭിക്കുന്നു. ശ്രദ്ധിക്കുക, ഇൻഷുറൻസ് എടുത്ത് 2 വർഷം കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഈ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കൂ. ആയുഷ് ട്രീറ്റ്മെന്റുകൾ കവർ ചെയ്യുന്നു. ആയുഷ് വിഭാഗത്തിൽപ്പെട്ട ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി രീതികളിൽ ചികിത്സിക്കുന്നതിന് 100% സം ഇൻഷുർഡ് വരെ കവറേജ് ലഭിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രജിസ്റ്റേർഡ് ഹോസ്പിറ്റലാവണം ചികിത്സ തേടേണ്ടത്. സുഖചികിത്സയ്ക്ക് ലഭിക്കില്ല, കിടത്തി ചികിത്സയ്ക്ക് മാത്രം ലഭിക്കുകയുള്ളൂ. ക്യാഷ്ലെസ് അല്ല, റീഇൻഡാസ്മെന്റാണ് ലഭിക്കുക. യോഗ ആൻഡ് നാച്ചുറൽ പദ്ധതി എന്നിവ ലഭിക്കുന്നില്ല. ഫ്രീ ഹെൽത്ത് ചെക്കപ്പ്. സ്റ്റാർ ഹെൽത്ത് അഷ്വർ പോളിസി അംഗമായിരിക്കുന്ന എല്ലാവർക്കും ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. ക്ലെയിം ഉള്ള വർഷവും ക്ലെയിം ഇല്ലാത്ത വർഷവും സം ഇൻഷുറൻസ് തുക അനുസരിച്ച് 1500 മുതൽ 15000 വരെ ലഭിക്കുന്നു. നിങ്ങൾ വ്യക്തിഗത പോളിസിയാണ് എടുത്തത് എങ്കിൽ 1500 മുതൽ 8000 വരെയും, ഫാമിലിയായിട്ടാണ് പോളിസി എടുത്തത് എങ്കിൽ ഫാമിലിക്കെല്ലാവർക്കും കൂടി 2500 മുതൽ 15000 വരെ ലഭിക്കുന്നതാണ്. ഹെൽത്ത് ചെക്കപ്പ് ക്ലെയിം ആയിട്ടല്ല കണക്കാക്കൽ, ബെനഫിറ്റായിട്ടാണ് ലഭിക്കുന്നത്. ഡെലിവറി എക്സ്പെൻസസ് കവറേജ്. പ്രസവം, സിസേറിയൻ മുതലായവയ്ക്ക് ഇൻഷുറൻസ് തുകയുടെ 10% വരെ ലഭിക്കുന്നു. നിബന്ധനകൾ: പോളിസി എടുത്ത് 24 മാസം കഴിഞ്ഞതിനു ശേഷം ലഭിക്കുന്നു. പോളിസിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉൾപ്പെട്ടിരിക്കണം. പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ലഭിക്കില്ല. എത്ര ഡെലിവറിയും എടുക്കാവുന്നതാണ്. ഇനി പോളിസിയിൽ ലഭിക്കുന്ന മറ്റു ബെനഫിറ്റുകൾ നോക്കാം. ആക്സിഡന്റ് കവറേജ്. പോളിസി ആക്റ്റീവായി 1ാമത്തെ ദിവസം മുതൽ ഇൻഷുർ ചെയ്ത വ്യക്തികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ചികിത്സയ്ക്കാവശ്യമായ ഫണ്ട് ലഭിക്കുന്നു. എല്ലാത്തരം അപകടങ്ങളും ഇതിൽ കവർ ചെയ്യുന്നു. ഉദാഹരണമായി, വാഹനാപകടം, ജോലിക്കിടയിലുള്ള അപകടം, കളികൾക്കിടയിലുള്ള അപകടം, വീട്ടിൽ നിന്നും സംഭവിക്കുന്ന അപകടം തുടങ്ങിയ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന എല്ലാവിധ അപകടങ്ങളും ഉൾപ്പെടുന്നു. പോളിസിയെടുത്ത് 30 ദിവസം കഴിഞ്ഞതിനു ശേഷം കണ്ടുപിടിക്കുന്ന അസുഖങ്ങൾ മൂലം 24 മണിക്കൂറും ഹോസ്പിറ്റൽ അഡ്മിറ്റാവേണ്ടി വന്നുകഴിഞ്ഞാൽ എല്ലാവിധ ആശുപത്രി ചിലവുകളും ലഭിക്കുന്നു. ഉദാഹരണമായി റൂം റെന്റ്, നഴ്സിംഗ് ഫീ, ഡോക്ടർ ഫീ, കൺസൾട്ടന്റ് ഫീ, അനസ്തേഷ്യ ഫീ, സ്പെഷ്യലിസ്റ്റ് ഫീ, ലാബ് ടെസ്റ്റ്, ICU ഫീ, ബ്ലഡ്, ഓക്സിജൻ, ഓപ്പറേഷൻ ഫീ, മരുന്നുകൾ, പേസ്മേക്കർ, ഇംപ്ലാന്റുകൾ തുടങ്ങിയ എല്ലാവിധ ഹോസ്പിറ്റൽ ചിലവുകളും വഹിക്കുന്നു. റൂം റെന്റ്. ഈ പോളിസിയിൽ ലഭിക്കുന്ന റൂം റെന്റ് നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജ് അനുസരിച്ചാണ് ലഭിക്കുന്നത്. ഉദാഹരണമായി, നിങ്ങൾ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസാണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ 1%മായ 5000 രൂപയാണ് ഒരു ദിവസത്തെ റൂം റെന്റായി ലഭിക്കുക. ഇനി 10 ലക്ഷം മുതൽ 25 ലക്ഷം വരെയുള്ള പോളിസിയാണെങ്കിൽ സ്യൂട്ട് റൂം ഒഴികെയുള്ള എല്ലാ റൂമുകളും പരിധിയില്ലാതെ ഉപയോഗിക്കാം. എന്നാൽ 50 ലക്ഷത്തിന് മുകളിലുള്ള പോളിസികൾക്ക് ഏത് റൂമുകൾ വേണമെങ്കിലും എടുക്കാം. പ്രീ ഹോസ്പിറ്റൽ ബില്ല്, പോസ്റ്റ് ഹോസ്പിറ്റൽ ബില്ല് കവറേജ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ അതിനു മുമ്പുള്ളതും ശേഷമുള്ളതുമായ മെഡിക്കൽ എക്സ്പെൻസസുകൾ കവറേജ് ചെയ്യുന്നു. അഥവാ നിങ്ങൾ എന്തെങ്കിലും അസുഖമോ അപകടമോ മൂലമോ ഹോസ്പിറ്റൽ അഡ്മിറ്റായാൽ അഡ്മിറ്റാകുന്നതിന് 60 ദിവസം മുന്നേയുള്ള ആ അസുഖവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ചിലവുകൾ ഡിസ്ചാർജ് ആയതിനുശേഷം 180 ദിവസം വരെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ ചിലവുകൾ വഹിക്കുന്നു. ഡേ കെയർ ട്രീറ്റ്മെന്റ് കവറേജ്. 24 മണിക്കൂർ ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമില്ലാത്ത ചികിത്സയോ പ്രൊസീജിയറുകളോ ആണ് ഡേ കെയർ ട്രീറ്റ്മെന്റുകൾ. ഉദാഹരണമായി തിമിരം, ഡയാലിസിസ്, കീമോ, എൻഡോസ്കോപ്പി,
ആൻജിയോഗ്രാം, റേഡിയേഷൻ, താക്കോൽ ദ്വാര പോലത്തെ ചികിത്സകൾ ഈ വിഭാഗത്തിൽ പെടുന്നു. ഇത്തരം ട്രീറ്റ്മെന്റുകൾ ഈ പോളിസിയിൽ ലഭിക്കുന്നു. സാധാരണ ഇൻഷുറൻസ് പോളിസികളിൽ നോൺ മെഡിക്കൽ ഐറ്റംസിന് കവറേജുകൾ ലഭിക്കാറില്ല. എന്നാൽ ഇത്തരം പോളിസികളിൽ കവർ ചെയ്യാത്ത 68 തരം നോൺ മെഡിക്കൽ ഐറ്റംസ് ഈ പോളിസി കവർ ചെയ്യുന്നു. പ്രസവം ഡെലിവറി ചിലവുകൾക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ ഈ പോളിസിയിൽ ലഭിക്കുന്നു. പ്രസവം, സിസേറിയൻ മുതലായവയ്ക്ക് ഇൻഷുറൻസ് തുകയുടെ 10% വരെ ലഭിക്കുന്നു. ഉദാഹരണമായി 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്ത ആൾക്ക് 1 ലക്ഷം രൂപ വരെയും 2 കോടി രൂപയുടെ പോളിസി എടുത്ത ആളുകൾക്ക് 20 ലക്ഷം രൂപ വരെയും ഈ പോളിസിയിൽ ലാഭിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പോളിസി എടുത്ത് 24 മാസം കഴിഞ്ഞതിനു ശേഷമേ ലഭിക്കുകയുള്ളൂ. പോളിസിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉൾപ്പെട്ടിരിക്കണം. പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ലഭിക്കില്ല. ഈ പോളിസിയിൽ പ്രസവങ്ങളുടെ എണ്ണം പറഞ്ഞിട്ടില്ലാത്തതിനാൽ എത്ര ഡെലിവറിയും എടുക്കാവുന്നതാണ്. ഇനി ന്യൂബോൺ ബേബി കവറേജ്. അമ്മ പോളിസിയെടുത്ത് 1 വർഷത്തിനു ശേഷമാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ ആ ജനിച്ച കുട്ടിക്ക് 1-ാമത്തെ ദിവസം മുതൽ കവറേജ് ലഭിക്കുന്നു. ജന്മനാ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലും ഇതിൽ കവർ ചെയ്യുന്നതാണ്. കുട്ടി ജനിച്ചുകഴിഞ്ഞാൽ 24 മണിക്കൂറിനകം കമ്പനിയെ അറിയിച്ചിരിക്കേണ്ടതാണ്. അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റ് IVF പോലുള്ള വന്ധ്യത ചികിത്സയ്ക്ക് സഹായം ലഭിക്കുന്നു. അതിന് ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണമെന്നില്ല. ഔട്ട്പേഷ്യന്റ് ആണെങ്കിലും പരിരക്ഷ ലഭിക്കുന്നു. ഒരു പോളിസി വർഷത്തിൽ 1 സൈക്കിൾ ട്രീറ്റ്മെന്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ശ്രദ്ധിക്കുക, കുട്ടികളില്ലാത്തവരായിരിക്കണം. പോളിസി പീരിയഡ് 24 മാസം കഴിഞ്ഞിരിക്കണം. ഇൻ യൂട്ടറോ ഫീറ്റൽ സർജറി ആൻഡ് റിപ്പയർ. ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും അംഗവൈകല്യം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർജറി നടത്താനുള്ള ചിലവ് ഈ പോളിസിയിൽ നൽകും. ഇതിനും 24 മന്ത്സ് വെയിറ്റിംഗ് പീരിയഡ് ഉണ്ട്. ആംബുലൻസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ചെലവുകൾ. റോഡ് ആംബുലൻസിന് ചിലവായ തുക ലഭിക്കുന്നു. വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കുമുള്ള ആംബുലൻസ് ചാർജ് ലഭിക്കുന്നു. അത്യാവശ്യഘട്ടങ്ങളിൽ രോഗിക്കു വേണ്ട എയർ ആംബുലൻസ് ഉപയോഗിക്കുന്നതിന് ഇൻഷുറൻസിന്റെ 10% വരെ ലഭിക്കുന്നു. ശ്രദ്ധിക്കുക, ഇമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ യൂസ് ചെയ്യണം. യാത്ര ഇന്ത്യയ്ക്കുള്ളിലാവണം. ഗ്രൗണ്ടിലൂടെ ട്രാൻസ്പോർട്ടേഷൻ പറ്റാത്ത കണ്ടീഷനിൽ യൂസ് ചെയ്യാം. ഇനി ഇൻഷുറൻസ് ചെയ്ത വ്യക്തി അവരുടെ സ്റ്റേറ്റിനോ ടൗണിന് പുറത്ത് ഇന്ത്യയ്ക്കുള്ളിൽ ചികിത്സ തേടേണ്ട അവസ്ഥ വന്നുകഴിഞ്ഞാൽ അടുത്ത ബന്ധുവിനു ഈ രോഗിയുടെ അടുത്തേക്ക് യാത്ര ചെയ്യാൻ 10,000 രൂപ വരെ ഫ്ലൈറ്റ് ടിക്കറ്റ് ലഭിക്കുന്നതാണ്. ഹോം കെയർ ആൻഡ് ഡൊമിസിലറി ഹോസ്പിറ്റൽ എക്സ്പെൻസ് അഥവാ വീട്ടിൽ തന്നെ കിടത്തിയുള്ള ചികിത്സ. രോഗിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, ആശുപത്രിയിൽ ഒരു റൂം പോലും ഇല്ലാത്ത അവസ്ഥ. ഇത്തരം സാഹചര്യത്തിൽ 3 ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ വച്ചുള്ള ചികിത്സയ്ക്ക് ക്ലെയിം കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം ചികിത്സ. ഡോക്ടർ ഇൻസ്ട്രുമെന്റായി വീട്ടിൽ വന്ന് ചികിത്സിക്കണം. ഈ പോളിസിയിൽ ഹോം കെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് കവറേജിന്റെ 10% വരെ അല്ലെങ്കിൽ പരമാവധി 5 ലക്ഷം വരെ ലഭിക്കും. ഡൊമിസിലറി ട്രീറ്റ്മെന്റിന് പൂർണ്ണമായും കവർ ചെയ്യുന്നു. റീപാട്രിയേഷൻ ഓഫ് മോർട്ടൽ റിമെയിൻസ് എക്സ്പെൻസ്. ഇനി ഇൻഷ്വർ ചെയ്ത വ്യക്തി ചികിത്സയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ മൃതദേഹം തയ്യാറാക്കി വീട്ടിലെത്തിക്കുന്നതിനുള്ള ചെലവുകൾക്കായി 15,000 രൂപ വരെ ലഭിക്കുന്നു. പെയിൻ മാനേജ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ തെറാപ്പി. ചില അസുഖങ്ങൾക്കും അപകടം മൂലമുള്ള മുറിവുകൾക്കും അനുഭവപ്പെടുന്ന അസഹ്യമായ വേദന കുറയ്ക്കാൻ വേണ്ടി വേദന സംഹാരികൾ ഉപയോഗിക്കുന്നതിന് ഈ പോളിസിയിൽ ഇൻഷുറൻസ് തുകയുടെ 20% വരെ ചെലവ് നൽകുന്നു. ട്രീറ്റ്മെന്റ് ഫോർ ക്രോണിക് സിവിയർ റിഫ്രാക്ടറി ആസ്മ പോലെയുള്ള തുടർച്ചയായ ചികിത്സകൾ ആവശ്യമുള്ള ആസ്മ ചികിത്സകൾ ഇതിൽ കവർ ചെയ്യുന്നു. സം ഇൻഷോർഡിന്റെ 10% വരെയാണ് കവറേജ് ലഭിക്കുന്നത്. ഒരു പോളിസി പീരീഡിൽ 5 ലക്ഷം വരെ ലഭിക്കുന്നു. കിടത്തി ചികിത്സ, ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്നിവയ്ക്കും ലഭിക്കും. ഹോം കെയർ ട്രീറ്റ്മെന്റ് OP എന്നിവയ്ക്ക് കവറേജുണ്ട്. സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ. ചികിത്സയുടെ ഭാഗമായിട്ടുള്ള റെക്കോർഡുകൾ കമ്പനിയിലേക്ക് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ട് പരിശോധിച്ച് ഓപ്പറേഷൻ, തുടർ ചികിത്സ തുടങ്ങിയവയെക്കുറിച്ച് ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ കമ്പനി ഭാഗത്തുനിന്ന് ലഭിക്കുന്നതാണ്. ഇനി ഈ പോളിസിയിൽ ലഭിക്കുന്ന വിവിധ ഡിസ്കൗണ്ടുകൾ ഏതൊക്കെയെന്ന് നോക്കാം. 2 വർഷത്തെ പ്രീമിയം ഒരുമിച്ചടയ്ക്കുകയാണെങ്കിൽ 2-ാമത്തെ വർഷത്തെ പ്രീമിയത്തിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ചടയ്ക്കുകയാണെങ്കിൽ 2-ാം വർഷത്തെ പ്രീമിയത്തിൽ
10% മൂന്നാം വർഷത്തെ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 3 വർഷത്തെ ഒന്നിച്ചടച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള രോഗങ്ങൾക്ക് 36 മാസം എന്നുള്ളത് 30 മാസങ്ങൾക്ക് ശേഷം പരിരക്ഷ ആരംഭിക്കുന്നു. ഷെയർ റൂം അക്കമഡേഷൻ ബെനഫിറ്റ്. ഹോസ്പിറ്റൽ വാസത്തിൽ മറ്റൊരു രോഗിയുമായി റൂം പങ്കിടുമ്പോൾ തുടർച്ചയായുള്ള ഓരോ 24 മണിക്കൂറിനും 1000 രൂപ വീതം ലഭിക്കുന്നു. ഡേയ്സ് ലിമിറ്റില്ല. ഡിഡക്റ്റബിൾ ലിമിറ്റ് ഡിസ്കൗണ്ട്. നിങ്ങൾ നിലവിൽ എന്തെങ്കിലും ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിലോ, ഉദാഹരണമായി മെഡിസെപ് അല്ലെങ്കിൽ RSBY അല്ലെങ്കിൽ മറ്റു കമ്പനി പോളിസികൾ ഉള്ളവരാണെങ്കിലും അല്ലാത്തവർക്കും 50,000 1,00,000 രൂപ തുടങ്ങിയ ഡിഡക്ഷൻ ലിമിറ്റ് ചൂസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പ്രീമിയം യഥാക്രമം 45% മുതൽ 55%ആയി കുറയ്ക്കാൻ കഴിയും. സ്റ്റാർ വെൽനസ് ഡിസ്കൗണ്ട്. സ്റ്റാർ വെൽനസ് ആപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നൽകിയിരിക്കുന്ന ടാസ്കുകൾ പൂർത്തീകരിച്ച് ഒരു മികച്ച ജീവിതശൈലി പിന്തുടരുന്നത് പോളിസി സമയത്ത് 4% മുതൽ 20% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വാല്യൂ സർവീസ് പ്രൊവൈഡർ ഹോസ്പിറ്റൽ ഡിസ്കൗണ്ട്. ചികിത്സ തേടുമ്പോൾ കമ്പനിയുടെ വാല്യുബിൾ സർവീസ് പ്രൊവൈഡർ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ട ഹോസ്പിറ്റലിലാണെങ്കിൽ പരമാവധി 5000 രൂപ വരെ ലഭിക്കുന്നു. വാല്യുബിൾ സർവീസ് പ്രൊവൈഡേഴ്സ് മറ്റ് ഹോസ്പിറ്റലുകളെ അപേക്ഷിച്ച് ചാർജ് കുറവായിരിക്കും. ഫ്ലോട്ടർ ഡിസ്കൗണ്ട്. നിങ്ങൾ ഫാമിലിയായിട്ടാണ് പോളിസി എടുക്കുന്നത് എങ്കിൽ വിവിധ ഡിസ്കൗണ്ടുകൾ ലഭിക്കുന്നുണ്ട്. ഉദാഹരണമായി, പോളിസിയിൽ ഉൾപ്പെട്ട കുട്ടികൾ 18 വയസ്സിന് ശേഷം പോളിസിയിൽ തുടരുകയാണെങ്കിൽ 40% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. രക്ഷിതാക്കളെ പോളിസിയിൽ ഉൾപ്പെടുത്തിയാൽ അവരുടെ പ്രീമിയത്തിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ഇൻകം ടാക്സ് ഡിസ്കൗണ്ട്. നിങ്ങളൊരു ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ സെക്ഷൻ 80D പ്രകാരം 25,000 രൂപ വരെ ഇൻകം ടാക്സിൽ ഇളവ് ലഭിക്കുന്നതാണ്. പ്രീമിയം എത്ര വരും? ഇൻഷുറൻസിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് പ്രീമിയം എത്ര അടയ്ക്കേണ്ടി വരും എന്ന്. ഒരു ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം പല ഘടകങ്ങളെ അനുസരിച്ചിരിക്കുന്നു. സോൺ അടിസ്ഥാനത്തിലാണ് പ്രീമിയം തീരുമാനിക്കുന്നത്. ഇൻഷുറൻസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം, പ്രായം, തിരഞ്ഞെടുക്കുന്ന പ്രീമിയം തുക എന്നിവയ്ക്കനുസരിച്ച് പ്രീമിയം വ്യത്യാസം വരുന്നു. നിങ്ങളുടെ പ്രീമിയം അറിയാൻ ഇൻഷുറൻസ് ആവശ്യമായ ആളുകളുടെ പേര്, വയസ്സ്, ആവശ്യമായ ഇൻഷുറൻസ് കവറേജ്, പിൻകോഡ് എന്നിവ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ 8129171345. EMI ഓപ്ഷൻ ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യം ഇൻഷുർ ചെയ്യാൻ പണമില്ലേ? ഇപ്പോൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പണം ഒരു തടസ്സമല്ല. തുച്ഛമായ EMI തിരിച്ചടവിൽ പോളിസി എടുക്കുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ്. ഇൻഷുറൻസിന് അപേക്ഷിക്കാൻ എന്തൊക്കെ രേഖകൾ ആവശ്യമാണ്? സാധാരണയായി ഒരു ഇൻഷുറൻസിന് അപേക്ഷിക്കാൻ അപേക്ഷകന്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, കൂടാതെ ഫാമിലി പോളിസിയാണെങ്കിൽ ഫാമിലിയുടെ വിവരങ്ങൾ, ഉദാഹരണമായി പേര്, ജനനത്തീയതി, അഡ്രസ്, അപേക്ഷിതനുമായുള്ള ബന്ധം, നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ആയതിന്റെ വിവരങ്ങൾ, ഉയരം, തൂക്കം മുതലായവ. ഇത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ സ്റ്റാർ അഷ്വർ പോളിസിയുടെ